എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു തൊഴിലാളിയെ എടുക്കുന്ന സമയത്ത്, ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അയാളൊരു റൈറ്റ് കാൻഡിഡേറ്റ് തന്നെയാണോ എന്ന് അസസ് ചെയ്യുന്നതിലും പിന്നീട് ആ എടുക്കുന്ന കാൻഡിഡേറ്റിനെ ഒരു മികച്ച പെർഫോമറാക്കി മാറ്റാനും സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു 4 കാര്യങ്ങളാണ്. ഒരു റൈറ്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഓർഗനൈസേഷനെ, ഒരു ബ്രാൻഡിനെയോ സംബന്ധിച്ചിടത്തോളം ഒരു അംബാസഡറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മികച്ച ആളുകളെ കണ്ടെത്തുന്നത് ഈ ഇൻ്റർവ്യൂ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ ഏറ്റവും വലിയ സ്കിൽ സെറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വളരെ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു 4 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എല്ലാവരോടായിട്ട് പറയാനുള്ളത്, ആറ്റിറ്റ്യൂഡിന് പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക. ദാറ്റ് മീൻസ് പ്രയോറിറ്റൈസ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ സ്കിൽസ് എന്ന് പറയുന്നത് പലതും ലേൺ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ആറ്റിറ്റ്യൂഡ് ഫണ്ടമെൻ്റലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൽസിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കാം, പക്ഷേ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് ഹയർ ചെയ്യാൻ നോക്കുക. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഒരു പ്രിപ്പറേഷനോട് കൂടിയാണ് വരുന്നത്. പക്ഷേ വളരെ നാച്ചുറലായിട്ട് സംസാരിച്ച് അല്പം സമയം സ്പെൻഡ് ചെയ്താൽ ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മുൻ കാലഘട്ടങ്ങളിലുള്ള ജോലികളിൽ അവരെത്രത്തോളം ഓണർഷിപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഏത് ആറ്റിറ്റ്യൂഡിലാണ് മുന്നുള്ള പ്രസ്ഥാനത്തെപ്പറ്റി സംസാരിക്കുന്നത്, മുമ്പുള്ള ജോലികളെപ്പറ്റി സംസാരിക്കുന്നത്, ജോലി മാറാനുള്ള കാരണത്തെപ്പറ്റി സംസാരിക്കുന്നത്, ഇതൊക്കെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്, ഇതൊക്കെ അസസ് ചെയ്തുകൊണ്ട് ഒരു ആറ്റിറ്റ്യൂഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. 2, ഇൻവെസ്റ്റ് ഇൻ ട്രെയിനിങ്. ട്രെയിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ ആപ്ലിക്കൻസിനെ നിന്നും നല്ല കാൻഡിഡേറ്റ്സിനെ എടുത്തു കഴിഞ്ഞിട്ട് ആ മൈൻഡ് സെറ്റൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള ആളുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. എത്ര കഴിവുള്ള ആളുകളാണെങ്കിലും നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് ജെല്ലാവാൻ, സിങ്കാവാൻ അതിന് വേണ്ട ട്രെയിനിങ്സും ഗൈഡൻസും ഒക്കെ തീർച്ചയായിട്ടും കൊടുക്കുക. എസ്പെഷ്യലി പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ ആവശ്യമാണെങ്കിൽ അത് നിർബന്ധമായും നൽകുക. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സിസ്റ്റം, പ്രോസസ്സ് ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഇൻഡക്ഷൻ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്, അതിൽ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക. 3-ാമത്തെ കാര്യം, പുട്ട് ദം ടു ദ ടെസ്റ്റ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു 100 ദിവസത്തെ ഒരു പദ്ധതിയൊക്കെ ആയിരിക്കും ഇനീഷ്യൽ ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും അവരുടെ കഴിവ് തെളിയിക്കാനോ പഠിക്കാനോ ഉള്ള അവസരങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു ടെസ്റ്റ് ആവശ്യമാണ്. കാരണം അവരെത്രത്തോളം ഈ കഴിഞ്ഞ പ്രൊബേഷൻ പീരീഡ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനീഷ്യലി വന്ന ആ ട്രെയിനിങ് പീരീഡിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അവർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ ടെസ്റ്റുകൾ നടത്തുക. ടെസ്റ്റിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ചിലപ്പോൾ പ്രൊഡക്റ്റിനെ പറ്റിയായിരിക്കും, ഓർഗനൈസേഷൻ്റെ സംവിധാനങ്ങളെ പറ്റിയായിരിക്കും, ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചലഞ്ചുകളെ അവരെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാനായിരിക്കും. അത്തരം ടെസ്റ്റുകൾ വളരെയധികം വാല്യൂ നൽകുന്നതായിരിക്കും. 4-ാമത്തെ കാര്യം, ഇവാലുവേറ്റ് പെർഫോമൻസ്. ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് തന്നെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ്റെ ഭാഗമാണ്. ഈ ട്രയൽ പീരീഡ് അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വന്ന ആൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എത്രത്തോളം പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ആളുകളേക്ക് എടുക്കുന്ന സമയത്ത് ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ അകത്തുള്ള KRA KPIs, കീ റിസൾട്ട് ഏരിയയും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇതുമായിട്ട് അവരെത്രത്തോളം കണക്ട് ചെയ്യപ്പെട്ടു എന്നൊരു ഡാറ്റ ഡ്രിവൺ അപ്രോച്ച്. പലരും ഈ JD ഒക്കെ കൊടുക്കാറുണ്ടാവും, KRA KPI കൊടുക്കാറുണ്ടാവും. പക്ഷേ ഈ വാല്യുവേഷൻ പ്രോപ്പറായിട്ട് ആവണമെന്നില്ല. ഇവിടെയും ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളിലേക്ക് എത്രത്തോളം എത്തിച്ചേർന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടാൽ ആ കാൻഡിഡേറ്റ് ആ റോളിലേക്ക് എത്രത്തോളം ഫിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ എടുക്കുന്ന ആളുകളെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല പെർഫോമേഴ്സാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.